അതുപോലെ മീൻമണം മാറാൻ ഇനി വളരെ ഒരു സിമ്പിൾ ടെക്നിക്കുണ്ട്. ഇതാണ് താരങ്ങൾ, നമ്മുടെ നാരങ്ങയും ഉപ്പും. ഈ നാരങ്ങയും ഉപ്പും കൂടി നന്നായി മിക്സ് ചെയ്ത് നമ്മളുടെ കൈകളിൽ പുരട്ടി വൃത്തിയായി ഒന്ന് കൈ കഴുകിയാൽ മതിയെ പെട്ടെന്ന് തന്നെ കയ്യിലുള്ള മീനിന്റെ മണം മാറുന്നതാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. തലമുടിയുടെ അറ്റം പിളരുന്നുണ്ടോ? എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കണേ. നമ്മുടെ നാരങ്ങ, ഈ നാരങ്ങ നീര് പിഴിഞ്ഞ് മുടി പിളരുന്ന ഭാഗത്ത് നന്നായി തേച്ചു പിടിപ്പിച്ച് ഒന്ന് കുളിച്ചാൽ മതിയെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റം സംഭവിക്കുന്നത് കാണാൻ പറ്റോ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. തേയില വെള്ളം നമുക്ക് എല്ലാവരുടെ ആഗ്രഹമാണ് മുടി തിളക്കത്തോടെ ഇരിക്കണമെന്ന്, അല്ലേ? ഒരു പിടി തേയില വെള്ളത്തിൽ തിളപ്പിക്കൂ. എന്നിട്ട് മുടി കഴുകി ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ തേയില വെള്ളം കൊണ്ട് മുടി കഴുകി നോക്കണേ. മുടിക്ക് സ്വാഭാവിക തിളക്കവും പുതുമയും കിട്ടും. ഇനി ഈ വില കൂടിയ പ്രോഡക്റ്റുകൾ നമുക്ക് വേണ്ടെന്നേ. ഈ വീട്ടുവൈദ്യം ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? കടയിൽ കിട്ടുന്നത് പോലെ ക്രിസ്പി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കാലോ. ഇദ്ദേഹമാണ് നമ്മുടെ താരം, ചോളം അല്ലെങ്കിൽ ജോവർ. പൂരി ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് പൊടിയുടെ കൂടെ കുറച്ച് ചോളമാവും കൂടി ചേർത്താൽ നമ്മൾ ഉണ്ടാക്കുന്ന പൂരിക്ക് നല്ല കരുകുരുപ്പുണ്ടാവും കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ത്വക്കിലുള്ള ചുളിവുകൾ. ഇത് മാറ്റാനായി നമുക്ക് നമ്മുടെ ക്യാബേജിന്റെ നീരാണ്, അതിൻ്റെ കൂടെ കുറച്ച് ഈസ്റ്റും പിന്നെ തേനും, ഈ മൂന്നിന്റെയും മിശ്രിതം എടുത്ത് ആ ചുളിവുള്ള ത്വക്കിന്റെ ഭാഗത്തെല്ലാം തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളയാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നത് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. പൊടിക്കൈകൾ